ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ആമുഖം പാട്ടിലെ ചോദ്യോത്തരങ്ങളാണ്. ബൈബിളിലെ 50-ാമത്തെ ബുക്കും പുതിയ നിയമത്തിലെ 4-ാമത്തെ ബുക്കുമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് ഈ സുവിശേഷം രചിച്ചിരിക്കുന്നത്. AD 95 എഫേസൂസിൽ വെച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണമെന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സുവിശേഷം. ഏറ്റവും അവസാനം രചിച്ച സുവിശേഷവും ഇത് തന്നെ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം എത്രാമത്തെ സുവിശേഷമാണ്? 4-ാമത്തെ. രണ്ടാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയതാര്? യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. മൂന്നാമത്തെ ചോദ്യം, യോഹന്നാനെ എന്തൊക്കെയായി ചിത്രീകരിക്കുന്ന 2 സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്? യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും. നാലാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം എന്ന് എവിടെ വച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം? AD 95 എഫേസൂസിൽ വെച്ച്. അഞ്ചാമത്തെ ചോദ്യം, യോഹന്നാൻ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം എന്ത്? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടി. ആറാമത്തെ ചോദ്യം, യേശുവിൻ്റെ എന്തിനെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം? വ്യക്തിത്വത്തെ. ഏഴാമത്തെ ചോദ്യം, യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന എന്തൊക്കെയാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം? അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും. എട്ടാമത്തെ ചോദ്യം, ഈ സുവിശേഷത്തിലൂടെ എന്ത് വെളിപ്പെടുത്താനാണ് യോഹന്നാൻ്റെ ശ്രമം? യേശുവിൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരാർത്ഥത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താൻ. ഒമ്പതാമത്തെ ചോദ്യം, യോഹന്നാൻ എന്താണ് അഭിലഷിക്കുന്നത്? എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നും. പത്താമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്? വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും. 11ാമത്തെ ചോദ്യം, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ യോഹന്നാൻ കാണുന്നത് എങ്ങനെ? ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ട്. 12ാമത്തെ ചോദ്യം, എന്തിൻ്റെയൊക്കെ സഹായത്തോടെ തൻ്റെ ക്രിസ്തീയ അനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുകയാണ് യോഹന്നാൻ ചെയ്തത്? ശിഷ്യരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ട് എന്ന കാഴ്ചപ്പാടിന് ഇണങ്ങിയ ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ. 13ാമത്തെ ചോദ്യം, തൻ്റെ ക്രിസ്തു അനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യോഹന്നാനെ സ്വാധീനിച്ചിട്ടുള്ളത്? ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത തുടങ്ങിയ സമകാലീന ചിന്താധാരകളും. 14ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷത്തെ പ്രധാനമായും എത്ര ഭാഗങ്ങളായി തരംതിരിക്കാം? 2 ഭാഗങ്ങളായി. 15ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെ 2 ഭാഗങ്ങളായി തരംതിരിക്കാം? അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകമെന്നും. 16ാമത്തെ ചോദ്യം, എന്താണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം? യേശു പരസ്യജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം. 17ാമത്തെ ചോദ്യം, എന്താണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യം? കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നുപോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. 18ാമത്തെ ചോദ്യം, അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം കൂടാതെ മറ്റെന്തുകൂടി ഈ സുവിശേഷത്തിനുണ്ട്? ഒരു ആമുഖവും ഒരു അനുബന്ധവും. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.